ആയുഷുണ്ട്. ബാബുവിനും ബീനയ്ക്കും എന്തെങ്കിലും പറ്റിയോ? പറ്റിയില്ല, പറ്റാൻ പോകുന്നതേ. എന്താണ് ഉണ്ടായത്? ബാബു നമുക്കെതിരായി. ആ പെണ്ണിന്റെ തൊലിവെളുപ്പിൽ അവൻ മയങ്ങിക്കാണും. അങ്ങനെ മയങ്ങാൻ പാടില്ലല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? ഒരാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി തേപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും എന്നെ ഇതുവരെ അറിയിക്കാത്തത്? ചന്ദ്രനെ കാണാൻ ഇങ്ങോട്ട് പോന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. രാജേട്ടൻ വീട്ടിൽ നിന്ന് എന്നാ പോയത്? വെള്ളിയാഴ്ച. ആവശ്യമില്ലാത്ത ഈ ഇടകൂടത്തിൽ ചെന്ന് ചാടി വല്ല അപകടം പറ്റി കാണുമോന്ന് എന്റെ പേടി. അങ്ങനെയൊന്നും വരില്ല. ചന്ദ്രൻ പറഞ്ഞ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് വീട്ടിൽ കഴിയാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ ഇന്ന് തന്നെ കയ്യിൽ കൊണ്ടേപ്പിച്ചേക്കാം. പോരെ? അത് മതി. എന്നാ പോയിക്കോളൂ. ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നിന്റെ ശവം കാണാൻ ഒരു പെൺപുലി തിടുക്കം കൂട്ടുന്നു. ആയിഷു, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീനൊരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്ത് കടൽ തീരത്തേക്ക് വന്നോളൂ. ഞാൻ ഒരു ബോട്ട് ഏർപ്പാടിയിട്ട് വരാം. വഴി തെറ്റിയോ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നോക്കൂ, നമ്മൾ മാത്രം ഒരു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. മറ്റൊരാളെ അതിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊരു പാവം അനാഥയായ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഈ ദയ എന്ന് മുതലുണ്ടായി? എന്താ കശാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ അലി ഏർപ്പാട് ചെയ്യാം. നമ്മൾ പല വിളക്കുകൾ ഊതിക്കെടുത്തി. ഇനി വയ്യ. ബാബു, ഒരു അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്തെത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ, പ്ലീസ്. നിൽക്കണവിടെ. എങ്ങോട്ടാ? അറിഞ്ഞിട്ടെന്ത് വേണം?
ഇത് മാറത്തില്ലയോ? അടുത്ത യുദ്ധം വന്നാലേ മാറത്തുള്ളൂ. ഈ താടി നിന്റെ സ്വന്തമാണോടാ? അല്ല, ഇമ്പോർട്ടാ. അപ്പൊ ഞാൻ നിന്നെ എക്സ്പോർട്ട് ചെയ്ത് തരാം. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഓ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ സാറേ, കഥയുടെ ക്ലൈമാക്സ് മാറിപ്പോയെന്ന്. ആശാൻ എന്നോട് ക്ഷമിക്കണം. ആശാന്റെ അടുത്ത് നിന്നും അന്ന് ഒളിച്ചോടിപ്പോന്ന ഭാവമല്ല ഞാനിപ്പോ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വരൂ. ഹലോ, രജനി ഹിയർ. ഞാൻ മസൂറാണ്. ചേട്ടൻ മാലിന്യ എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. രജനി, കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ്. കഴിയും വേഗം നമുക്കിവിടെ ഒരു സ്ഥലം വിടണം. എന്തുണ്ടായി ചേട്ടാ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബേനി അവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യും ചേട്ടാ? മേനോനെ എങ്ങനെയെങ്കിലും കൊന്ന് അവിടെയുള്ള പണം മുഴുവൻ എടുത്തോണ്ട് നീ ഉടനെ ഇവിടെ എത്തണം. ചേട്ടത്തെ കൊല്ലാനോ? അത് എനിക്ക് പേടിയാണ് ചേട്ടാ. പേടിച്ചോണ്ടിരുന്ന നമ്മൾ എല്ലാവരും അകത്താവും. എങ്ങനെയാണ് മേനോനെ ചേട്ടത്തെ കൊല്ലണ്ടെന്ന് ചേട്ടനൊന്ന് പറഞ്ഞു തരൂ. കൊല്ലേണ്ടത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്നോട് ഇത്രയും നാൾ കഴിഞ്ഞ എന്നെ ഈ വീട്ടിൽ വെച്ച് കൊല്ലാൻ നീ വഴികേടുകയാണ് അല്ലേ? തള്ളയില്ലാത്തതിന്റെ മോക്ക് ഒരു സംരക്ഷണം ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ നീ ഒരു അസുരവിത്താണെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്നേഹം നിറഞ്ഞ ഒരു അമ്മയുടെ മുഖം മൂടി അറിഞ്ഞുകൊണ്ട് നീ നന്ദി വിളിച്ചു. ഞാൻ പട്ടിയെ പോലെ വിളക്കുന്ന ഇറപ്പാറിയാണ് നിന്റെ സഹോദരന് ഞാനറിയാതെ നീ സംരക്ഷണം നൽകി. അവന് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട എന്റെ മകളെ ഭീഷണിപ്പെടുത്തി നീ ബലിയാണാക്കി. ഒടുവിൽ അവളെ കൊല്ലാൻ നീ ഏർപ്പാട് ചെയ്തു. പക്ഷെ ഈശ്വരൻ എന്റെ ഭാഗത്താടി. ഇതാ എല്ലാ വീടും കാണിച്ച് അവൾ എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നീ ഒരുക്കിയ കെണിയിൽ നീ തന്നെ അകപ്പെട്ടു. ബാംഗ്ലൂരിലെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് പോന്ന എന്റെ മകളുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പെറ്റമ്മയുടെ അപേക്ഷ അനുസരിച്ച് നീ അറിയാതെ ആ കുഞ്ഞിനെ അവർ ഇവിടുത്തെ അനാഥാലയത്തിൽ എത്തിച്ചു. നിന്റെ കണ്ണിൽ പെടാത്തതുകൊണ്ട് ഇന്നും ജീവനോടിരിക്കുന്ന ആ കുഞ്ഞാടി ഇനി എന്റെ സ്വത്തിന് മുഴുവൻ അവകാശം. സാർ, അങ്ങാണോ ഗിരിജാവല്ലഭമേനോൻ? അതെ അങ്ങ് മേട്ടറിന് ഫോൺ ചെയ്തിരുന്നു. അതെ. ഇതാണ് സാർ മിനി, അങ്ങയുടെ മകളുടെ കുട്ടി. മിനി, ഇതാണ് മോളുടെ മുത്തച്ഛൻ. ചെല്ല്. മോളെ മോളെ ടീച്ചർ, വളരെ നന്ദി. ഇനി ഇവളുടെ ചുമതല എനിക്കാണ്. ക്ഷമിക്കണം സാർ, അങ്ങ് ഫോൺ ചെയ്തനുസരിച്ച് കുട്ടിയെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. അമ്മ ഒന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അനാഥാലയത്തിൽ നിന്ന് വിട്ടുതരുള്ളൂ. ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം അവകാശിയായ എന്റെ മിനിയെ ഞാൻ നീ അനാഥാലയത്തിലേക്ക് അയക്കണോ? വേണ്ട, നമുക്കവളെ നരകത്തിലേക്ക് അയക്കാം. അങ്ങ് പട്ടിയെ പോലെ വെറുക്കുന്നു എന്ന് പറഞ്ഞ അതേ മധുസൂദനൻ തന്നെ എന്നെ പിടിച്ചു കൊടുത്താൽ 50,000 രൂപ സമ്മാനം കിട്ടും. എന്താ, ഒന്ന് നോക്കുന്നോ? അറിയോ? അല്ല, ക്ഷമിക്കണം. എന്നെയും എന്റെ പെങ്ങളെയും നിങ്ങൾ പോലീസിൽ എത്തിക്കാൻ പോവില്ലേ? അതിനു മുമ്പ് നമുക്കിതിനെ കണക്കുകൾ പറഞ്ഞു തീർക്കാറുണ്ട്. കണക്കുകളോ? അതെ, കൊല്ലും കൊലയുടെ കണക്കുകൾ. അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയായിരിക്കില്ല. നമുക്കെല്ലാവർക്കും കൂടി എന്ത് സംഘത്തിലേക്ക് പോവാം? ഇല്ല, ഞാൻ വരില്ല. വരും വരും. ഇവരെ ഇവിടെ വിട്ടിട്ട് പോയാൽ ഇവർ പോലീസിനെ അറിയിക്കും. ഞങ്ങൾ കുഴപ്പത്തിലാവും.
അതുകൊണ്ടാണ് ആ ശല്യം അങ്ങ് തീർത്തത്. നോക്ക്,